അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29 ബുധനാഴ്ച. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസ് പിടിയിൽ. പോലീസും നാട്ടുകാരും ചേർന്ന് ഇന്നലെ രാത്രി ഏറെ നേരം പോത്തുണ്ടി മട്ടായി മേഖലയിൽ നടത്തിയ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയ ശേഷമാണ് ചെന്താമര പിടിയിലായത്. പോലീസ് പിൻവാങ്ങിയ ശേഷം പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി 2 വീതം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. പോത്തുണ്ടി മലയിൽ ഒളിച്ചിരുന്ന പ്രതി വിശപ്പ് സഹിക്കാനാവാതെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പോലീസ് പിടിയിലായത്. ഇവിടെ നിന്നും പോലീസ് പിൻവാങ്ങിയെന്ന പ്രതീതിയുണ്ടാക്കിയ ശേഷം തന്ത്രപരമായാണ് പ്രതിയെ പിടികൂടിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ എത്തിച്ച നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ. രോഷാകുലരായ ജനം ചെന്താമരയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഗേറ്റ് തള്ളി തുറന്ന് കടക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ലാത്തിവീശി. പിൻവാങ്ങിയ ജനക്കൂട്ടം വീണ്ടും സംഘടിച്ച് തിരികെ വന്നതോടെ വീണ്ടും പോലീസ് ലാത്തിവീശുകയായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നേരത്തെ പിരിഞ്ഞുപോയ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ ആദ്യ ലക്ഷ്യമെന്ന് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് ഭാര്യയെ വിളിച്ചു വരുത്തി വകവരുത്താനാണ് പദ്ധതിയിട്ടതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. അതേസമയം സജിതയെ കൊലപ്പെടുത്തിയതിലുള്ള പക സുധാകരന് തന്നോട് ഉണ്ടെന്ന് സംശയിച്ചെന്നും സുധാകരൻ തന്നെ ആക്രമിക്കുമെന്ന സംശയത്തെ തുടർന്നാണ് ഇയാളെയും അമ്മയെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പോലീസ് ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ വീഴ്ച സംഭവിച്ചെന്ന SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ SHO മഹേന്ദ്ര സിംഹനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിക്കാത്തത് വലിയ പിഴവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലപാതകം സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ തകർച്ച വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതി ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത പോലീസ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് മതിയാകൂവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അനാഥരാക്കപ്പെട്ട പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എലപ്പുള്ളിയിൽ ബ്രൂവറി വേണ്ടെന്ന CPI തീരുമാനത്തോട് പ്രതികരിക്കാതെ എക്സൈസ് മന്ത്രി MP രാജേഷ്. ഭൂഗർഭജല ചൂഷണം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകി CPIയെ അനുനയിപ്പിക്കാനാണ് CPM നീക്കം. അതേസമയം ബ്രൂവറിയിലെ അനുമതി കൂടിയാലോചന ഇല്ലാതെയാണെന്നതിന്റെ തെളിവുകൾ ഇന്ന് പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. പാതയോരത്തെ ബോർഡുകൾ നീക്കം ചെയ്തതിന്റെ പേരിൽ കണ്ണൂർ പിണറായി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർക്ക് CPM നേതാക്കളുടെ ഭീഷണി. കയ്യും കാലും വെട്ടുമെന്ന് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയതിൽ ജീവനക്കാർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ സർക്കാർ ജീവനക്കാരുടെ പരസ്യ പ്രതിഷേധം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാതയോരങ്ങളിലെ ബോർഡുകളും മറ്റും പഞ്ചായത്ത് ജീവനക്കാർ നീക്കം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് CPMന്റെ ഭീഷണി. മതിയായ തുകയില്ലാത്തത് വയനാട്ടിലെ വന്യജീവി പ്രതിരോധ സംവിധാനം ഫലപ്രദമാക്കുന്നതിന് തടസ്സമെന്ന് പ്രിയങ്ക ഗാന്ധി MP. കേന്ദ്ര സർക്കാർ പണം നൽകാത്ത വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സ്വന്തം നിലയ്ക്ക് CSR ഫണ്ടുകൾ എത്തിക്കാൻ ശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധി MPക്കെതിരെ CPM പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വരുന്ന വഴി കണിയാരത്ത് വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത്. പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് MP വയനാട്ടിലെത്തുന്നത് എന്ന് ആരോപിച്ചായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. വയനാട്ടിൽ വന്യജീവി ആക്രമണമടക്കമുള്ള ഏത് വിഷയമുയർന്നാലും CPMന്റെ ആക്രോശങ്ങൾ ആദ്യം ഉയരുന്നത് പ്രിയങ്ക ഗാന്ധിക്കെതിരെയാണെന്ന് VT ബൽറാം. സംസ്ഥാന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയടക്കം ആ ജില്ലയിൽ നിന്നുണ്ട്. എന്നാൽ MP എവിടെ എന്ന് CPMുകാർ പതിവായി വെല്ലുവിളിക്കും.
MP സംഭവസ്ഥലത്ത് വന്നാൽ അവരെ റോഡ് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കും. ഉളുപ്പില്ലായ്മയും രാഷ്ട്രീയ ഉള്ളടക്കമില്ലായ്മയുമാണ് ഇന്നത്തെ കാലത്തെ CPMകാരുടെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കയറ്റുമതി പ്രോത്സാഹന നയം 2025 മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കേരള കയറ്റുമതി പ്രോത്സാഹന നയത്തിന് അംഗീകാരം നൽകിയത്. ആഗോള കയറ്റുമതി രംഗത്ത് കേരളത്തെ ഒരു പ്രമുഖ കയറ്റുമതി കേന്ദ്രമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കയറ്റുമതി പ്രോത്സാഹന നയം രൂപീകരിക്കുന്നതെന്ന് സർക്കാർ അറിയിച്ചു. കൂടാതെ ഹൈക്കോടതി പ്ലീഡർമാർക്ക് വേതന പരിഷ്കരണം നടപ്പാക്കാനും കായിക താരങ്ങൾക്ക് നിയമനം നൽകാനും ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് അകാല വിടുതൽ അനുവദിക്കുന്നതിന് ഗവർണർക്ക് ഉപദേശം നൽകാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് മുൻ DYFI നേതാവും അധ്യാപകനുമായ സുജിത് കൊടക്കാട് നീണ്ട നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. നിർബന്ധിത ദീർഘകാല അവധിയിൽ പോകാൻ ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ മാനേജ്മെന്റ് നിർദ്ദേശിക്കുകയായിരുന്നു. സുജിത് കൊടക്കാടനോട് വിശദീകരണം തേടാനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന ഇയാളെ നേരത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് 2024 ജനുവരി 1 ഡിസംബർ 31 വിവാഹിതരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ള മുൻഗണന AAY വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് അപേക്ഷിക്കാം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കുടിവെള്ളത്തിൽ BJP വിഷം കലക്കിയെന്ന പ്രസ്താവനയിൽ ദില്ലി മുൻ മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കണം എന്നാവശ്യപ്പെട്ടാണ് BJP പരാതി നൽകിയത്. ദില്ലിയിലേക്കുള്ള കുടിവെള്ളത്തിൽ BJP നേതൃത്വം നൽകുന്ന ഹരിയാന സർക്കാർ വിഷം ചേർക്കുന്നുവെന്ന പ്രസ്താവനയിലാണ് കെജ്രിവാളിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. ഭക്തരായ 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ ശിക്ഷയിൽ കഴിഞ്ഞിരുന്ന ദേര സച്ച സൗദ തലവൻ ഗുർമീത് സിംഗ് റഹീം സിംഗിനെ ഇന്നലെ പരോൾ അനുവദിച്ചു. 30 ദിവസത്തെ പരോളാണ് ലഭിച്ചത്. ശിക്ഷയിൽ കഴിയുന്നതിനിടയിൽ ഇത് 12ാം തവണയാണ് ഗുർമീതിന് പരോൾ ലഭിക്കുന്നത്. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെയാണ് ഗുർമീതിന്റെ പരോൾ. ദില്ലി മുഖ്യമന്ത്രി അതിഷി മെർലേനിക്കെതിരായ BJP നൽകിയ അപകീർത്തി കേസ് ദില്ലി കോടതി തള്ളി. EDയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലാണ് BJP ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ ഇത് നിലനിൽക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ദില്ലി കോടതി അപകീർത്തി കേസ് തള്ളുകയായിരുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയോടനുബന്ധിച്ച് നടക്കുന്ന ബൃഹത് തീർത്ഥാടക സംഗമത്തിൽ 15 കോടിയോളം പേർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തതായി റിപ്പോർട്ടുകൾ. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയിലെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനോത്സവത്തിൽ ഏകദേശം 45 കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമിനെതിരെ നിരവധി തെളിവുകളുണ്ടെന്ന് പോലീസ്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ ഷെരീഫുളിന്റേതുമായി സാമ്യമില്ല എന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കെജ്രിവാളിനെ മദ്യ അഴിമതിയുടെ സൂത്രധാരനെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി കെജ്രിവാൾ ചില്ലുകൊട്ടാരത്തിലാണ് താമസിക്കുന്നതെന്ന് പരിഹസിച്ചു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത കുടിയേറ്റത്തെ അനുകൂലിച്ച് കോൺഗ്രസ് മുതിർന്ന നേതാവും രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയുമായ സാം പിത്രോദ. ഡൽഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പാണ് പിത്രോദയുടെ വിവാദ പരാമർശം. ദരിദ്രരും വിശക്കുന്നവരുമായ കുടിയേറ്റക്കാരെ വേട്ടയാടുന്നതിനേക്കാൾ ആഗോളതാപനം പോലുള്ള വിഷയങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പിത്രോദ പറഞ്ഞത്. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ തുടക്കം. ഫെബ്രുവരി 14 വരെ നടക്കുന്ന ദേശീയ ഗെയിംസിൽ 32 ഇനങ്ങളിലായി 10,000 കായിക താരങ്ങളാണ് വിവിധ വേദികളിൽ മാറ്റുരയ്ക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2036 രാജ്യം ഒളിമ്പിക്സിന് വേദിയാകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ICC പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് സ്വന്തമാക്കി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ.
2024 ക്രിക്കറ്റിന്റെ വിവിധ ഫോർമാറ്റുകളിൽ നടത്തിയ പ്രകടനമാണ് ബുംറയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ICCയുടെ ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരവും ആദ്യ ഇന്ത്യൻ പേസർ കൂടിയാണ് ബുംറ. ഇംഗ്ലണ്ടിനെതിരായ 3ാം T20യിൽ ഇന്ത്യക്ക് 26 റൺസിന്റെ തോൽവി. ഇംഗ്ലണ്ട് ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 40 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. നേരത്തെ വരുൺ ചക്രവർത്തിയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ മികച്ച സ്കോർ നേടുന്നതിൽ നിന്നും നിയന്ത്രിച്ചു നിർത്തിയത്. പരമ്പരയിലെ 3 മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത സഞ്ജു സാംസൺ 3 മത്സരങ്ങളിലും ജോഫ്ര ആർച്ചർക്ക് വിക്കറ്റ് നൽകിയാണ് മടങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.